ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു നാർസിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ടോക്സിക് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്ര മോശം അവസ്ഥയിലാണെങ്കിലും വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്? നമ്മുടെ വെൽബീയിങ് ഒന്നും ചൂസ് ചെയ്യാതെ, നല്ലതോ ഒന്നും നോക്കാതെ ഇവർക്ക് വീണ്ടും വീണ്ടും ക്ഷമിച്ചു കൊടുത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് നമ്മളോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇവരെയോ വീണ്ടും കയറ്റിയിരുത്തിക്കൊണ്ട് അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിലെ ആ ഒരു രഹസ്യം എന്താണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങളും അവരുമായിട്ടോ അല്ലെങ്കിൽ അവരും നിങ്ങളുമായിട്ടോ ഉള്ള ദിവ്യ പ്രണയം കൊണ്ടാണോ? അല്ല. നിങ്ങൾ വീക്കായതുകൊണ്ടാണോ? മെന്റലി ഇമോഷണലി നിങ്ങൾ വീക്കായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ ക്യാരക്ടർ വീക്ക് അല്ലെങ്കിൽ ക്യാരക്ടർ നല്ലതല്ലാത്തത് കൊണ്ടാണോ? അതുമല്ല. ഇതൊരു ബ്രെയിൻ കെമിസ്ട്രിയാണ്. നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് കാരണം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് അഡാപ്റ്റ് ആയി പോകുന്നതാണ്. നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഇതൊരു കംഫർട്ട് പ്ലേസ് ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു നാർസിസ്റ്റ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നൊരു റിയലിസ്റ്റിക് രീതിയിൽ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിലും നല്ല ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നൈസായിട്ട് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം, എവിടെ നിന്നോ എന്തിനെന്നോ അറിയാത്ത ഒരു ഹോപ്പ് നമ്മളുടെ ഉള്ളിൽ വരും. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളെ നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനോ ഇപ്പോഴുള്ള ജീവിതത്തിനോ ഇത് കംപ്ലീറ്റ്ലി ടോക്സിക് ആണെന്ന് ലോജിക്കലി നമുക്ക് അറിയാമായിരിക്കും. എന്നാലും അവരിനി മെസ്സേജ് അയക്കുമോ? ഒരു ഹോപ്പ് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ടാവും. നമ്മൾ ഇടക്കിടക്ക് പോയിട്ട് മൊബൈൽ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു മാറ്റം, ആ ഒരു ഹോപ്പിലായിരിക്കും ഓരോ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെയും അവസാനത്തിലേക്കുള്ള ആ ഒരു തുടക്കം. ഏതൊരു സമയത്ത് നിങ്ങൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നാലും ഇല്ല, അവർ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോയാലും ഈ ഒരു റെസ്പോൺസ് ആയിരിക്കും നിങ്ങൾക്കുള്ളിൽ ആദ്യം വരുന്നത്. സോ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാം ഇത് നിങ്ങളെ നശിപ്പിക്കുന്നെന്ന്. പക്ഷെ ആ ഒരു സത്യം നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുന്ന ആ ഒരു ചോയ്സിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം ഈ ഒരു നാർസിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് ഒരു 1000-2000 ലോട്ടറി അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടി. നിങ്ങൾക്ക് അതനുസരിച്ച് ഒരു ബ്രെയിനിലൊരു ചേഞ്ച് വരും. ഒരു ബ്രെയിൻ കെമിസ്ട്രിയിലുള്ള ഒരു ഡോപ്പമിൻ പ്രൊഡക്ഷൻ പോലെയൊക്കെ. അപ്പോൾ ആ ഒരു റിവാർഡ് സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ സന്തോഷമായി. അതിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള ആ ഒരു ഡിസപ്പോയിൻമെന്റ്സ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ ഫോക്കസ് കൂടുതലും ആ ഒരു കിട്ടിയ ലോട്ടറിയിലേക്ക് പോകും. അങ്ങനെ അടുത്ത ഒരു ലോട്ടറി അടിക്കുന്നത് വരെ വീണ്ടും നിങ്ങൾ പൈസ കളഞ്ഞ് ലോട്ടറി എടുത്തുകൊണ്ടേയിരിക്കും. ഇതേ രീതിയിലാണ് ഒരു നാർസിസ്റ്റിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമോഷൻസും കിട്ടുന്നത്. ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ച് ഒരു ടൈം പീരീഡ് എത്തുമ്പോൾ കുറച്ച് സ്നേഹം അല്ലെങ്കിൽ ഒരു നല്ല ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും തന്ന് അവർ നിങ്ങളെ കൺട്രോളിലാക്കും. നിങ്ങളും വിചാരിക്കും ഈ ഒരു റിലീഫ്, ഇത്രയും വേദനകൾക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു റിലീഫാണ് റിവാർഡ് സിസ്റ്റം എന്ന് നിങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇതിങ്ങനെ പാറ്റേൺ മാറി മാറി നിങ്ങൾക്ക് ഒന്ന് നഷ്ടപ്പെടും, വേദനിക്കും, വീണ്ടും തിരിച്ചു കിട്ടും, സന്തോഷം വരും. ഈ ഒരു പാറ്റേണിൽ ഇതിങ്ങനെ ഒരു ട്രോമ ബോണ്ട് നിങ്ങൾക്കിടയിൽ ബിൽഡ് ചെയ്ത് വരും.
ട്രോമ ബോണ്ടിന്റെ ഒരു ബ്രെയിൻ കെമിസ്ട്രി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇവരെ വേണ്ട എന്ന് വെക്കാനും സ്വന്തമായിട്ട് സന്തോഷത്തോടൊരു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്. ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല അവെയർ ആയിരിക്കും. നിങ്ങൾ പറ്റിക്കപ്പെടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ലവ് ബോംബിംഗ് സ്റ്റേജ് മുതൽ നിങ്ങൾക്ക് ഇവർ തരുന്ന ഓരോ ഗുഡ് ഫീലിങ്സും നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു പ്ലഷറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ലോട്ടറി അടിക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞ പോലെ, ആ ഒരു ഡോപ്പമിൻ നിങ്ങൾക്ക് നല്ല ഒരു എമൗണ്ട് പ്ലഷർ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് തരുന്നു. അതിനുശേഷം ഇവർ ഭയങ്കര റൂഡായിട്ട് നിങ്ങളോട് പെരുമാറുന്നു, അവോയ്ഡ് ചെയ്യുന്നു, വേദനിപ്പിക്കുന്നു, ചീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് സൈക്കിൾ സംഭവിക്കുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ നല്ല സൂപ്പർ എമൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഒരു സൈഡിൽ ഡോപ്പമിൻ, ഒരു സൈഡിൽ കോർട്ടിസോൾ. ഈ ഒരു രീതിയിൽ ഒരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ബന്ധം മുന്നോട്ട് പോകും. അങ്ങനെ ഈ ഒരു പാറ്റേൺ വീണ്ടും വീണ്ടും മാറി മാറി വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളുടെ ആ ഒരു നെർവസ് സിസ്റ്റം കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആവും. അതായത് ഒരാൾ തന്നെ നിങ്ങൾക്ക് ഡോപ്പമിനും തരുന്നു, അയാൾ തന്നെ നിങ്ങൾക്ക് കോർട്ടിസോളും തരുന്നു. സ്നേഹത്തിലൂടെ അയാൾ നിങ്ങളെ സംരക്ഷിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതേ ആൾ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങൾക്കുള്ളിൽ ഒരു പേടിയും സ്ട്രെസ്സും ഉണ്ടാക്കും. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ കുറെ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ എന്തൊരു പ്രശ്നം വന്നാലും ഇയാളുടെ അടുത്തേക്ക് തന്നെ അത് സോൾവ് ചെയ്യാനും കൂടെ പോയി തുടങ്ങും. അതിന് ഇയാൾ നിങ്ങളെ പറ്റിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടായ ഒരു പ്രശ്നമാണെങ്കിലും അതിൻ്റെ സൊല്യൂഷനും ഇയാളായിരിക്കും നിങ്ങൾക്ക് ആദ്യം തരുക എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങും. അവർ നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോഴും നിങ്ങൾക്കുള്ളിലുണ്ടാകുന്ന ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു നഷ്ടത്തിൻ്റെ ഫീലും അത് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സന്തോഷം, അതായത് ഡോപ്പമിൻ തരുന്ന അയാളിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ സെറ്റ് ചെയ്ത് തുടങ്ങും. ആ ഒരു രീതിയിൽ അഡാപ്റ്റ് ആയിട്ട് വരും. ഇതാണൊരു പ്യുവർ ട്രോമ ബോണ്ട് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പിലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് ഇത്രയും അധികം ഫിസിക്കൽ മെന്റൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. ആ ഒരു ഹൈ സ്ട്രെസ്, അതായത് ഒരു വലിയ ഒരു അഡിക്ഷൻ വേണ്ട എന്ന് വെക്കുന്ന സെയിം ഫങ്ഷൻസും പ്രശ്നങ്ങളുമാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മിസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ അല്ല, നിങ്ങളുടെ ബ്രെയിനിലുള്ള ആ ഒരു ബ്രെയിൻ റിയാക്ഷനാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പൂർണ്ണമായിട്ടും തീരുമാനമെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഭയങ്കര ഒബ്സസീവ് തോട്ട്സ്, എല്ലാ തെറ്റും ഞാനാണ് ചെയ്തത്, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ, സ്വയം വിശ്വാസമില്ലാതെ, വളരെ വിയേർഡായിട്ട് ഭയങ്കര ഒരു മെന്റലി ഫിസിക്കലി ഒരുപാട് സിംറ്റംസും ഒരുപാട് പ്രശ്നങ്ങളും നിങ്ങൾ നേരിടേണ്ടി വരും. ഇത്രയും നെഗറ്റീവായിട്ടാണ് നിങ്ങളൊരു നാർസിസിസ്റ്റിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഈ ഒരു അവയർനെസ്സിലൂടെ ഒരു ഫുൾ സർവൈവൽ അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റ് പ്രൂഫായിട്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനലും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കുക. ലാസ്റ്റായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് യു ആർ സ്റ്റിൽ മിസ്സിംഗ് ദം, if you are still confused, remember,
You are not weak. You are not broken. You are just trapped in a narcissistic cycle. You still have a chance to overcome, to survive. Stay aware, stay grounded, be empathetic. This is TQ Talks.